നടി തമന്നയെ മഹാരാഷ്ട്ര സൈബർ സെൽ ചോദ്യം ചെയ്യും. ഫെയർ പ്ലേ ആപ്പ് വഴി നിയമവിരുദ്ധമായി IPL സ്ട്രീമിംഗ് ചെയ്ത കേസിലാണ് നടപടി. നേരത്തെ നടൻ സഞ്ജയ് ദത്തിനെയും ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? നമുക്കറിയാം IPLന്റെ സംപ്രേഷണ അവകാശം അത് വയാകോമിന് ലഭിച്ചതാണ്. വൻ തുക മുടക്കിയാണ് ഈ കരാർ അവർ ഏറ്റെടുത്തതും. എന്നാൽ അനധികൃതമായി IPLന്റെ സംപ്രേഷണം ഫെയർ പ്ലേ ആപ്പ് വഴി നടത്തി എന്നതാണ് വയാകോം നൽകിയ കേസ്. പിന്നീട് പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 40ഓളം സെലിബ്രിറ്റികളെ പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് തമന്നെ അടക്കം സെലിബ്രിറ്റികൾ ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തു എന്നതാണ് അവർക്കെതിരായ കുറ്റം. ഏതായാലും 23-ാം തീയതി സഞ്ജയ് ദത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. കൂടുതൽ സമയം തേടുകയാണ് ചെയ്തത്. 29-ാം തീയതിയാണ് തമന്ന ഭാട്ടിയോട് ഈ ചോദ്യം ചെയ്യൽ ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ സിംഗർ ബാദ്ഷായെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നു എന്ന് പറയുന്നു. 100 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇത്തരത്തിൽ അനധികൃതമായി ഒരു ബെറ്റിംഗ് ആപ്പ് IPL സംപ്രേഷണം ചെയ്തതിലൂടെ ഞങ്ങൾക്കുണ്ടായത് എന്നതാണ് വയാകോം നൽകിയിട്ടുള്ള കേസ്. മഹാദേവ ബെറ്റിംഗ് ആപ്പ് നമുക്കറിയാം വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കിയ കേസാണ്. ഈ ആപ്പിന്റെ ഒരു സബ്സിഡറി ആപ്പായി പ്രവർത്തിക്കുന്നതാണ് ഈ ഫെയർ പ്ലേ ആപ്പ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.